Hi everyone, this is Shweta. My name is Indan and welcome to our Channel. So it's time for the next scene of movie Nadodi Kattu. Let's watch it. Let's watch it. ഞാൻ ആഫീസിൽ പോയിരുന്നു. അപ്പൊ ഞങ്ങളെ അവിടെ തിരിച്ചു എല്ലാ വിവരങ്ങളും ഞാനത് കാര്യം ചെയ്താൽ മതി. ആ വാടക തന്നിട്ട് ഇവിടെ കൂടെ അറിയാം. അയ്യോ അമ്മാവും കൂടെ ഞങ്ങളെ പുറത്താക്കിയ ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ വാടക തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അമ്മാവ ഞങ്ങൾ രണ്ടുപേരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. മരിക്കണതിന്റെ തലേന്നൊക്കെ ഓർമ്മ വരും. എടോ നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാണ്. ഇക്കാലത്ത് 4 ലക്ഷം പഠിച്ചോ അവ പോക്കാം. മണ്ണി നോക്കുന്നവനും കല്ലടയ്ക്കുന്നവനൊക്കെ ഇന്നത്തെ കൂലി എന്താണെന്ന് അറിയാമോ? മക്കളെ, സർക്കാർ ഉദ്യോഗത്തിന് വായി പൊളിച്ച് നിൽക്കുന്നവൻ മോഹനാണ്. സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് 4 കാശുണ്ടാക്കണം. അങ്ങനെ അങ്ങ് തറയാകാനൊപ്പോ കരിങ്കല്ല് ചുമക്കാന്നൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടിയാ ഞാൻ ഇപ്പൊ ഈ തൊഴിലില്ലാത്തവര് തൊഴിൽ തുടങ്ങാൻ 25,000 രൂപ വരെ ബാങ്ക് വായ്പ കൊടുക്കുന്നു. അത് മേടിച്ച് വല്ല ചെറുകിട വ്യവസായം തുടങ്ങാം. ബാങ്ക് വായ്പൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവർക്ക് കിട്ടുക. ഞാൻ മേടിച്ചു തരാം. വായ്പ കൊടുക്കുന്നു. ഇപ്പോ ഇവിടെയാണ് പ്രയാസം. അങ്ങനെ പറയരുത് സാർ. എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കണം. നല്ല സത്യസന്ധരായ പിള്ളേരാ. പണിക്കരെ, ഈ ഡിസ്ട്രിക്റ്റിൽ ഇടപാട് നിർത്തികൾ ഇനിയിപ്പോ മലപ്പുറം, വയനാട്, കണ്ണൂർ തുടങ്ങിയ പിന്നോക്ക ജില്ലകളിലെ രക്ഷയുള്ളൂ. അയ്യോ, അവിടെയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല സാറേ. ഈ ചെറുകിട വ്യവസായം അല്ലാതെ വേറെ വല്ല പദ്ധതി കിട്ടും? പണിക്കരുടെ ആൾക്കാരായതുകൊണ്ട് നടപ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. 25,000 50,000 സാധ്യമുള്ള കാര്യം. പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഒരു 10,000 രൂപ ഞാൻ ഏർപ്പാടാക്കാം. അയ്യേ, അഭ്യസ്തവിദ്യരായ ഞങ്ങൾ പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞ വേറെ പദ്ധതിയില്ല. പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല. അതെ, എന്ത് ഭോഷന്മാരാണോ നിങ്ങൾ? വല്ല വിചാരം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വെച്ച് കച്ചവടം തുടങ്ങിയവനാണ് ഞാൻ. ഇപ്പൊ എന്റെ തൊഴിൽ നിന്ന് ഒന്ന് നോക്ക്. കടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 കോടി കടവെടുത്തു. 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാണ് നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. അറിയാമോ? അറിയില്ലേ? എന്നാ അറിയണം. 10,000 10,000 മേടിച്ചെടുക്കാൻ നോക്കും. ദിവസേന 25 ലിറ്റർ പാല് ഇറക്കണ 1 തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുമ്പും ലാഭം തന്നെയാണ്. ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്ന് പറഞ്ഞ് ഒഴുകുക. ലാഭം കിട്ടുന്ന ഏർപ്പാടും 25 ലിറ്റർ വീതം കറകളുള്ളതല്ലേ? 2 തന്നെയാണ് തരാം. ദിവസേന 50 രൂപ വെച്ച് ബാങ്കിൽ അടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മ പറഞ്ഞത് കൊണ്ട് ഒരു 30 ലിറ്റർ പാല് കിട്ടും. 1 ലിറ്ററിന് 5 രൂപ. അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടയ്ക്കേണ്ടത് 50 രൂപ. പിന്നെ പരിചിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടി 20 രൂപ. കറവക്കാത്ത 10 രൂപ. അപ്പൊ 50 20 10 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? അപ്പൊ മാസത്തിൽ 2,100 രൂപ മിച്ചം. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്? നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല. അത് ശരി. 4 ആൾ കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേര് കൂടെ എവിടെ പോവാണ്? പോയി ചാത്തുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷമുള്ളവർക്ക് ഇപ്പൊ പിണ്ണാക്ക അരിയില്ല. പശുക്കൾക്കാ. എടാ വിജയ, എന്താണത്? ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ഓരോന്നിനും ഉണ്ട് പോലെ. അത് 4 10 50 100 1000 നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാർ വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, TV. Full planning हो गया. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഈശ്വരാ രക്ഷിക്കണേ.
നാൽപ്പത് സംഭവം നടപ്പതായില്ല. നീ പറഞ്ഞിട്ടാണ് പണി തീരില്ല. അങ്ങനെയല്ലല്ലോ പണിക്കരമാ പറഞ്ഞത്. എന്നാ അങ്ങനെ ഒന്ന് നടക്കാൻ പറ. അതെ, ആക്ച്വലി ഇതിപ്പോ എത്ര ലിറ്റർ കാണും? 6 ലിറ്റർ ഉണ്ടാവും. അയ്യോ ചുരുങ്ങിയത് 10 ലിറ്ററെങ്കിലും രാഘവേട്ടന്റെ കടയിൽ കൊടുത്തേ പറ്റൂ. ബാക്കി വെള്ളം ചേർത്താൽ മതി. നമ്മളുണ്ടാവില്ലോ. അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. എന്നാ ഞാൻ ഈവനിങ് വരാം. ഇതിപ്പോ ഒരു 8 ലിറ്ററെങ്കിലും രാഘവേട്ടന് കൊടുത്തില്ലേ എങ്ങനെ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാൻ നല്ല മൂട്ടുള്ള പാലാ. കുറച്ച് ചേർക്കല്ലേ? ആദ്യത്തെ കറവയായതുകൊണ്ട് പാലിച്ചിരി കുറവാ രാഘവെന്ന് വെച്ചാ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ഇന്ന് ഒരു ദിവസത്തേക്ക് പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 2 ലിറ്റർ കറന്നുതരാം. കാരണം വേറെ പാല് ഞാൻ നിർത്തിയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി. കുഴപ്പമില്ല. അപ്പൊ ഒരു 40 രൂപ ഞാൻ തരാം. പശുക്കൾക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കട്ടെ, നല്ല പോഷകാഹാരം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഗോഡ് പച്ചവെള്ളം ഞങ്ങളുടെ കയ്യിൽ വേണ്ടോളം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. കടയിലോട്ട് വരാൻ പറഞ്ഞു. വന്നില്ലേ നാട്ടുകാരും കൂട്ടി അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറഞ്ഞു. എടുത്തേ. അതെ, ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇത് അച്ഛന്റെ ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറ. ബാങ്കിൽ നിന്ന് കാശ് വാങ്ങി തന്നിട്ട് എന്നെ കള്ളനാക്കി എന്റെ ബാക്കി കയറാൻ പറ്റും. തൊഴുത്ത് മാറി കെട്ടിയാൽ ഏത് പശുവായാലും 3-4 ദിവസത്തേക്ക് അത്ര ചെറുക്കും. അങ്ങനെ ചെറുക്കുന്ന പശുവിനെ ഞങ്ങൾക്ക് വേണ്ട. പോയി കേസ് കൊടുക്കും. അമ്മാവാ ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു. ആ കറവക്കാരനോടെ ഇത്തിരി നെയ്യും കൂട്ടി നല്ലോണം പിഴിഞ്ഞ് കറക്കാൻ പറയും. അതൊക്കെ പറഞ്ഞതാ. ഇനിയും പറ. എന്നാ നിങ്ങൾ വന്ന് കറക്കും. അതെ, നിന്റെ മറ്റവനോട് തന്നോട് ദൈവം ചോദിക്കും. പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. It's not easy. ആരാ വിജയൻ? ആ ഡെയിലി അടയ്ക്കാവുന്നല്ലേ വ്യവസ്ഥ? ആ വ്യവസ്ഥക്കനുസരിച്ച് പാല് കിട്ടുന്നില്ല. അത് ഞങ്ങൾക്ക് അറിയണ്ട. ഈ ജപ്തി ചെയ്ത് കളയും എന്ന് പറഞ്ഞ് വിരട്ട് വന്നായിരുന്നു. ഈ പശു വ്യവസായത്തിൽ തൊഴുത്ത് കെട്ടാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ഒരു കൂട്ടു വ്യവസായമാകുമ്പോൾ നഷ്ടം വന്നാൽ 2 പാർട്ടീസും സഹിക്കണം. ബാങ്കിനെ വെട്ടിക്കാനാണോ ഉദ്ദേശം? ഉദ്ദേശമല്ല, കുഴപ്പമില്ല. ഞങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നീ അയാളോട് നേരത്തെ സംസാരിച്ചത് തീരെ ശരിയായില്ല. നടപടി വല്ലതും വന്നാൽ നിനക്ക് പേടിക്കാനില്ലല്ലോ. ലോൺ എന്റെ പേരിലല്ലേ. എന്നെ ജയിലിൽ കയറ്റാനുള്ള ആഗ്രഹം നിനക്ക്. എടാ, ഒരു യഥാർത്ഥ സുഹൃത്തിനെ അവിശ്വസിക്കുന്നത്, അതായത് നീ, ഒരു കാലത്തും ഗുണം പിടിച്ചില്ല. പാലിന്റെ അളവ് അന്നൊന്ന് പുറകോട്ടാ. എന്റെ കറവിന്റെ തരാറാണെങ്കിൽ വേറെ ആളോ എന്റെ കൂടെ എന്നത് എത്ര ലക്ഷം ഉണ്ടാവും? 4 ഉണ്ടാവും. 4 കുഴിഞ്ഞ് ഒടുവിൽ എല്ലാം കൂടി നാളെ തരാം. they are stuck badly everywhere. ൂന്നാസം കാണിക്കരുത്. റേഷനിൽ വന്നാൽ എനിക്ക് ആ തൊഴിലൊന്നും അറിയില്ല. They are screwed. എല്ലാത്തിനും കാരണം നീ. അതെ, They supplant TV, VCR, house, all gone. ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ. അങ്ങനെയൊന്നും പറയാതെ വിജയ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടമാണ്. വരൾച്ച, അണക്കെട്ട് ചോർച്ച, പവർക്കെട്ട്, തമിഴ്കുടി, ആകെ കുഴപ്പം. എന്നാലും നിന്നെ ജയിലിൽ കയറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞു കാണുന്നില്ലേ? എന്തൊക്കെ ഇരുട്ടുകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്തുക, കൊലവിളി. എടാ, അതിന് പിണ്ണാക്കും വെള്ളവും ഒന്നും കൊടുക്കാഞ്ഞിട്ടാ. ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ബാക്കിയുണ്ടായിരുന്നു. ഞാനങ്ങ് തിന്നു. അത് ശരി. അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത്. സർവ്വ ലക്ഷണങ്ങളും ഒക്കെ പശുക്കളാ. കാലത്ത് 20 ലിറ്റർ, വൈകുന്നേരം 20 ലിറ്റർ. കറന്ന് കാണിച്ചു തരാമോ? കറവ
കുടുംബക്കാരും വന്നില്ല, അതുകൊണ്ടാ. പിന്നെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും. മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കണം. അത്രയും നല്ലതാ. പക്ഷെ പശുക്കട ഇത് കണ്ട നിങ്ങൾ നുണ പറയാന്നേ തോന്നുന്നു. ഓ അത് ശരി, എന്നാ നിങ്ങൾ പോയട്ടെ, നിങ്ങൾക്ക് വിൽക്കുന്നില്ല. അല്ല, 3 ലിറ്റർ പോലും പണം. വിജയ, No. ബാങ്കുകാർ ജപ്തി ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് കാശാക്കണം. അപ്പൊ ഒന്നുമില്ല, പോലീസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് നാട് വിടണം. നാട് വിടാനോ? സാധാരണ നാടല്ല വാസ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ. ലോഞ്ച് കയറി ഗൾഫ് പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ. പക്ഷെ നമുക്ക് പല സാമ്രാജ്യങ്ങളും പിടിക്കാനുണ്ട്. അത് ബാങ്കിനെ വഞ്ചിക്കലാവില്ലേ? ശരിയാ. എല്ലാ വലിയവന്റെയും വിജയത്തിന്റെ പുറകില് ഇതുപോലൊരു കറുത്ത പാട് കാണും. അതുകൊണ്ട് നീ എതിര് പറയുന്നു വിജയ. അത് നീ വരുന്നോ ഇല്ലേ? നമ്മളെ രണ്ടുപേരെയും ലോഞ്ച് കിടത്താമെന്ന് ഗൾഫ് കയറ്റി കഴിഞ്ഞിരിക്കുക. ഏത് ഗൾഫോർക്കാ? വഞ്ചിയിലൊക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 ഉറുപ്പ് അല്ലാണ്ട് ഒരു വിസ കിട്ടുക അതല്ല മഹാ തട്ടിപ്പ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ലാന്ന് കൂട്ടിക്കോളി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനോധൈര്യം അങ്ങനെ ഇല്ല. അല്ല വേല എനിക്കുണ്ട്, കേട്ടില്ല, എനിക്കുണ്ട്. പക്ഷെ നീന്തണം, നീന്ത്. ആ കടലിൽ നീന്തണം. അപ്പൊ ഈ ലോഞ്ച് കരയ്ക്കടിക്കില്ലേ? അടുക്കും. അടുപ്പിക്കാൻ പറ്റുമല്ലോ. കാലിഫോർണിയയിലേക്ക് ചരക്കേറ്റാൻ പോകണം. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വേണമെങ്കിൽ നമ്മൾ ദുബായ് കടപ്പുറം പോയി തിരിച്ചു വിടാം. പിന്നെ കഷ്ടൊരു വെള്ളം നീന്തണം. അറബി പോലീസിന്റെ അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ ഔട്ടേക്ക് അല്ലല്ലോ അങ്ങനെ നീന്തി കയറണത്. പോലീസും ചില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് ഞാനിത് അറബിന്റെ ഡ്രസ് കരുതണം. അതെന്തിനാണോ? കര വച്ചാൽ ഉടനെ അറബി കുപ്പായത്തോട്. അറബി കുപ്പായക്കാരൻ ഏത് പോലീസാണ് പിടിക്കുക? അതെ. പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല. അസ്സലാമും 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 അലൈക്കും Assalamualaikum. ഉസ്സലാം ഉസ്സലാം മതി. പിന്നെ 7-ാം തീയതി ഉരു പുറപ്പെടുന്നതാണ്. വയറ്റും കൊണ്ട് പോകുന്നോളി. അല്ല ഒരു പക്ഷേ പിടിച്ചു പോയാൽ ആരെ പിടിക്കാൻ? ഒരു പിടിക്കുന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരെയും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല എന്ന് വിശ്വസിച്ചോളൂ. നിങ്ങളെ ആരും പിടിക്കില്ല. പിടിക്കൂല. അമ്മേ, മുൻവശത്തെ വാതിലടച്ച് കണ്ടപ്പോ ദാമോദരനും ഭാര്യയും കുട്ടികളൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കുക. എവിടുന്നാ നീ ഇപ്പൊ? ഈയിടെ നിന്റെ കത്തൊന്നും കാണാനില്ലല്ലോ. ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിലായിരുന്നു. എപ്പോഴാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുക? ഈ കാലിൽ ഇങ്ങനെ അഴുക്ക് വെള്ളം തട്ടിക്കരുന്ന് വൈദ്യുതി പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവിടുത്തെ തുണികളൊക്കെ ആരാ അടിക്കുക? അതെന്റെ വീടല്ലേ, വെറുതെ കുട്ടിക്ക് നിന്നാൻ പറ്റുമോ? ഒരു കാര്യമില്ല കുട്ടികൾ. നിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? കയറ്റം കിട്ടുമോ? ആ ജോലി പോയമ്മേ. നിനക്കിപ്പോ ചെല്ലിക്കാം. കാവിൽ വെളിച്ചെണ്ണ നടന്നിട്ട് അതും കൂടി കത്തിക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ ശരിയാവും അമ്മേ, വെറുതെ പറയരുത്. നമ്മുടെ എല്ലാ ദുരിതവും തീരും. ഞാനിപ്പോ വന്നത് യാത്ര ചോദിക്കാം. എങ്ങോട്ടെങ്കിലും പോണം. നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലമ്മേ. അത് വേണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റുമല്ലേ? എന്നാലും ഇടയ്ക്കൊക്കെ നിന്നൊന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്കെന്ത് മനസ്സമാധാനമല്ലേ? അമ്മ ഇത് വെച്ചോ. എനിക്കിപ്പോ ഒന്നും വേണ്ട. കാശുണ്ട് അമ്മേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിപ്പെടുത്താനുണ്ട്. കൂടുതൽ സമയം നിൽക്കുന്നില്ല. ഞാൻ വിശദമായിട്ട് എഴുതാം. അപ്പൊ നീ പോവണം. വല്ലതും കഴിച്ചിട്ട് വേണ്ട, ഞാൻ ചെന്നിട്ട് എഴുതാം. Oh, it's the bad luck always. They are stuck. Like actually, They lost the job. Milk business did not work. He ate the oil. Bank loan gone, everything gone. They now sold the that bank people are inquiring them. Like, Yes. they need to pay the due, otherwise. Yes. But they're before gonna that, they sold the cow, of course.
smart move. Smart move. But it was nice, like पानी मिला के दे दिया तो दे दिया और कम क्या? था तो level करने को. But now they are planning to go to Dubai. Assalam. Alaikum. Walaikum. Walaikum. You need to swim. You need to swim. That's Police it. don't catch people in Arab dress. Arab dress. Cool. But So, now let's see how let's see they are going to will they be able to go abroad or not. So guys, we will do like, subscribe, share, comment. click on the bell icon.